ഹായ്, നമസ്കാരം. ഐ ക്യാൻഡി ക്രാഫ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായില്ലേ. ദിവസങ്ങൾ അടക്കം അല്ലെങ്കിൽ ദിവസങ്ങളുടെ പേര് നമ്മൾ മറന്നുപോയി. എന്തായാലും ഈ നേരവും കടന്നു പോകും, നമുക്കറിയാം. പല പ്രതിസന്ധി വന്നിട്ടും നമ്മൾ അതിനെ അതിജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അവസരമായിട്ട് നമ്മൾ കാണാം. ദൈവം തന്നാൽ നമുക്കൊരു അവസരമായിട്ട് കാണാം. കാരണം ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒന്നിനും സമയം കിട്ടാറില്ല എന്ന്. ഒന്നിനും എന്നുവെച്ചാൽ ചില ആളുകൾ, ഞാനടക്കം പറയാറുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, പ്ലാനുണ്ട്, പക്ഷേ സമയം കിട്ടാറില്ല. 24 മണിക്കൂറും തികയാത്ത ഒരവസ്ഥയിലാണ്. പക്ഷേ ഇന്ന് നമുക്ക് വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവം നമുക്കൊരു അവസരം തന്നതാണ്. അങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ഇൻഡോർ പോട്ടാണ്. ഇതാണ് ആ പോട്ട്. ഇത് ഒരു കീബോർഡ് ഉപയോഗിച്ച്, കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിച്ച് ചെയ്തതാണ്. കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നുള്ള പലർക്കും സംശയം ഉണ്ടാവും. അതിന് സീക്രട്ട് ഞാൻ പറയാം. ഓക്കെ. ഇതാണ് ആ കീബോർഡ്. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കീബോർഡാണ്. ഇത് സാധാരണ യൂസ് ചെയ്യാറ് ലാപ്ടോപ്പ്, അതുപോലെ നമ്മളെ ടാബ്, ഇതിലൊക്കെ യൂസ് ചെയ്യാറ്. ഇത് നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു കീബോർഡാണ്. അപ്പോൾ ഇത് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ വീട് ക്ലീൻ ചെയ്തപ്പോൾ കിട്ടിയ കീബോർഡാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോൾ ഡാമേജാണ്, വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോൾ ഒരു ചെറിയൊരു പരീക്ഷണം നടത്തി. അത് 100% നമ്മൾ എന്താ പറയുക, സക്സസ് ആയി. അപ്പോൾ അത് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഈ കീബോർഡ് ഞാൻ എങ്ങനെ ഒരു മോൾഡായിട്ട് ഉപയോഗിച്ചതെന്നത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ കീബോർഡിൻ്റെ ഇതിങ്ങനെ വരിക, ഇതിങ്ങനെയല്ല, ഇത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ളൊരു കീബോർഡാണ് കേട്ടോ. 4 സൈഡ് നമ്മൾ കത്രി ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ബാക്ക് ഭാഗം ഇങ്ങനെ കിട്ടും. ഈ ഒരു ബോർഡും കിട്ടുക, ബോർഡ് ഒഴിവാക്കുക. ഈ ബാക്ക് ഭാഗം നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ ഒഴിവാക്കുക. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, അതായത് കീകൾ വരുന്ന ഭാഗം നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യം ഓയിൽ പുരട്ടി കൊടുക്കുക. ഓയിൽ പുരട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കീബോർഡ് മറിച്ച് വെച്ചിട്ട്, അതായത് ഉൾഭാഗത്ത് ആണ് നമ്മൾ പുരട്ടേണ്ടത്. ഞാൻ ആ കീകൾ വരുന്ന ഭാഗത്തല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഓയിൽ പുരട്ടി കൊടുക്കേണ്ടത്. നന്നായി പുരട്ടി കൊടുക്കുക. രണ്ടാമതായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കാനുള്ള, ഈ മോൾഡിൻ്റെ അകത്ത് വെക്കാനുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ മുകളിലും നന്നായിട്ട് ഓയിൽ പുരട്ടി കൊടുക്കുക. ഇത് വെച്ചാൽ നമ്മളത് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഈ കീബോർഡ് ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ മുകളിലൊക്കെ റോൾ ചെയ്ത് വെക്കുക. ഇതുപോലെ റോൾ ചെയ്ത് വെക്കുക, തല തിരിഞ്ഞ് വെക്കരുത്. നിങ്ങൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നർ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കീബോർഡ് 2 അറ്റവും കൂട്ടിമുട്ടുന്ന രൂപത്തിലുള്ള ഒരു കണ്ടെയ്നർ ആവണം അതിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കുക. അതിന് മുൻപായിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുക. ഇനി ഇതിൻ്റെ 4 ഭാഗത്തും എംസാൻഡോ മണലോ ഫില്ല് ചെയ്യുക. ഇത് കുറച്ച് നനവുള്ളതായിരിക്കണം കേട്ടോ. മണലായാലും എംസാൻഡായാലും കുറച്ച് നനവ് ഉണ്ടായിരിക്കണം, എന്നാലത് നല്ലപോലെ അവിടെ നിൽക്കുകയുള്ളൂ. ഈ കീബോർഡിൻ്റെ മുകൾ ഭാഗം വരെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പ്രസ്സും ചെയ്യുക, നന്നായിട്ട് അമർത്തി കൊടുക്കുക. ഇനി ഇത് മെല്ലെ റിമൂവ് ചെയ്തെടുക്കുക. മെല്ലെ പതുക്കെ ആയിരിക്കണം.
അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ച് കൊടുക്കുക. കുറച്ച് കനത്തിന് വേണ്ടിയിട്ട് കല്ലോ അതുപോലത്തെ വസ്തുക്കൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വൈറ്റ് സിമൻറ്റ് മിക്സ് ചെയ്യാം. ഓവർ ലൂസാവരുത്. ഇനി ഈ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെയും കീബോർഡിൻ്റെ ഇടയിൽ ആ ഗ്യാപ്പിൽ നമ്മൾ വൈറ്റ് സിമൻറ്റ് ഒഴിച്ചു കൊടുക്കുക. മുകൾ ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഏകദേശം 6 മണിക്കൂർ സെറ്റാകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ മണൽ സാൻഡൊക്കെ ഒഴിവാക്കുക. ഇനി ഇത് നമുക്ക് മെല്ലെ പൊക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ കീബോർഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇത് തല പിടിച്ചിട്ട് മെല്ലെ വലിച്ചാൽ മതി. ഓയിൽ പുരട്ടിയതുകൊണ്ട് അത് സിമ്പിളായിട്ട് അതിൽ നിന്ന് റിമൂവ് ചെയ്യും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒരു നല്ല മൂർച്ചയുള്ള ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 3 മണിക്കൂറും കൂടി നമുക്കിത് ഒരു ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചോ അല്ലാതെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ടുള്ള നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒരിക്കലും എടുക്കാൻ ശ്രമിക്കരുത്. കാരണം ഞാനത് ഓയിൽ പുരട്ടാതെയാണ് വെച്ചിട്ടുള്ളത്. മാത്രമല്ല ഒരു വാട്ടർ പ്ലാന്റാണ് ഇതിൻ്റെ അകത്തോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അത് വെള്ളം ലീക്കാവാൻ ചാൻസ് ഉണ്ട്, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല എങ്കിൽ. അപ്പോൾ അതുകൊണ്ട് അതൊരു സേഫായിട്ട് ഞാനവിടെ വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എനേബിൾ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.